ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രമേയം ഒരു പ്രമേയമായിട്ടല്ല, ഞാനൊരു ലാസ്റ്റ് 5-6 ദിവസമായിട്ട് ഒരു സെറ്റ് ഓഫ് ബുക്സ് ഞാനിങ്ങനെ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ ബുക്കിൽ ഒരു ബുക്ക് ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ എന്നുള്ളൊരു ബുക്കാണ്. ഇത് എഴുതിയേക്കുന്നത് ഡാനിയൽ ഡെന്നറ്റ് എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. പുള്ളി കഴിഞ്ഞ കൊല്ലം ദേഹാന്തം വന്ന്, അതായത് മരിച്ചു. അപ്പോ പുള്ളിയുടെ ഒരു റിമാർക്കബിൾ ബുക്കാണ് ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ. അപ്പൊ അത് വായിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓഫ്കോഴ്സ് അത് ഈ ബുക്ക് ഒരു ചെറിയ തോതിൽ സെൽഫിഷ് ജീനായിട്ട് നല്ല അലൈൻമെന്റ് ഉള്ള ബുക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അത് പോയി നോക്കുകയും ഇപ്പൊ സെൽഫിഷ് ജീൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം കഴിഞ്ഞിട്ടുള്ള ഡഗ്ലസ് ഹോഫ്സ്റ്റാഡറിന്റെ ഗോഡ് ആൻഡ് ലിഷർ ബാക്ക് എടുത്ത് നോക്കുകയും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇമ്പോസിബിലിറ്റി ദ ലിമിറ്റ് ഓഫ് സയൻസ് ആൻഡ് ദ സയൻസ് ഓഫ് ദ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിൽ ചെന്ന് വീഴുകയും പിന്നെ അതിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് അൽഗോറിതമിക്സ് ദ സ്പിരിറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് 5 ബുക്ക് ഞാനിങ്ങനെ എന്താ പറയാ ക്രോസ് റെഫറൻസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ പണ്ട് ബ്ലോഗിൽ എഴുതിയ ഒരു പോയം സ്റ്റംബിളപ്പ് ചെയ്തു. ഓക്കെ, അപ്പോ ആ പോയത്തിന്റെ പേര് റിഡക്ഷനിസം എന്നായിരുന്നു. ഓക്കെ, അപ്പോ ദ തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി റെഡ്യൂസസ് ടു കെമിസ്ട്രി, chemistry reduces to physics, physics reduces to mathematics, mathematics reduces to logic, logic reduces to psychology, psychology reduces to consciousness. And once again repeat, psychology reduces to consciousness, consciousness reduces to mind, mind reduces to brain, brain reduces to matter, mind is nothing but matter in motion, mind is nothing but matter in motion. Thus spoke Daniel Dennett എന്നാണ് ആ പോയം. ഞാൻ എൻ്റെ ബ്ലോഗിൽ വെറുതെ ഒരു തമാശയ്ക്ക് കുത്തി കുറിച്ചാണ്. അപ്പോ ഈ ഇത്രയും കാര്യങ്ങളിൽ എല്ലാം എന്താ പറയാ, ഒരു 2016 മുമ്പ് എൻ്റെ തോട്ട് പ്രോസസ് അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരുന്നത്. അതായത് ഐ വാസ് എ ഫിസിക്കലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് വേൾഡ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. അതായത് മോറോർലെസ് അലൈൻഡ് വിത്ത് ദ വെസ്റ്റേൺ സയൻസ്. ഓക്കെ, ഓഫ്കോഴ്സ് ഇപ്പോൾ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിന്റെ കൾച്ചറും വിശ്വാസ സംഹിതകളായിട്ട് അലൈൻമെന്റ് എന്തായാലും വേണമെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അതായത് പിന്നെയാണ് അദ്വൈത വേദാന്തം ഞാൻ ആകസ്മികമായിട്ട് എൻകൗണ്ടർ ചെയ്യാൻ, അതായത് കുറച്ചുകൂടി സീരിയസ് സ്റ്റഡി. വേദാന്ത തത്വങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കേൾക്കുന്നതാണ്, തത്വമസി അങ്ങനെയൊക്കെ. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും അങ്ങനെ അധികം എന്താ പറയാ ബോധമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആകസ്മികമായിട്ട് വേദാന്തമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ അതിൽ പറയുന്ന ഒരു വേൾഡ് വ്യൂ ഓക്കെ കുറച്ചും കൂടി എന്താ പറയാ ഈ ഒരു റിഡക്ഷനിസ്റ്റിക് അപ്രോച്ച് അല്ല. കാരണം ഒരു എന്താ പറയാ ദർശനം എന്നാണ് ഫിലോസഫിയെ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ എല്ലാ ഫിസിക്സിനും ഒരു മെറ്റാഫിസിക്കൽ അസംഷനാണ്, എല്ലാ ഫിലോസഫി എന്തിന് സയൻസിന് പോലും. ഓക്കെ, സയൻസിന് മെറ്റാഫിസിക്കൽ അസംഷൻ ഉണ്ടെങ്കിൽ ഫിലോസഫിയുടെ കാര്യം പറയാതിരിക്കുന്നു. അപ്പോ വേദാന്തത്തിനെ കുറിച്ചിട്ടുള്ള പഠനവും പിന്നെ നടരാജ ഗുരു, ഒരു എന്താ പറയുക ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ് ഡോക്ടർ പൽപുവിന്റെ മകൻ. പുള്ളിയുടെ സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട് എന്നുള്ളൊരു പുസ്തകം വായിക്കാനിട വന്നു. അപ്പോ ബുക്സ് ബൈ രാജീവ് മൽഹോത്ര, അങ്ങനെ കുറെ ആൾക്കാരുടെ പുസ്തകങ്ങൾ വായനയും ചർച്ചയും
പിന്നെ പല സംവാദങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ, പിന്നെ ജീവിതാനുഭവം നോക്കി കഴിഞ്ഞപ്പോ ആ ഒരു റിഡക്ഷനിസത്തിനോടുള്ള ആ ഒരു അതിയായ പ്രതിപത്തി കുറയുക മാത്രമല്ല, എന്താ പറയാ, പിൽക്കാലത്ത് വെസ്റ്റേൺ സൈക്കോളജി ഒക്കെ പലപ്പോഴും എനിക്ക് മനസ്സിലായത് ഒരു ഫ്ലോഡ് ഡിസിപ്ലിൻ ആണെന്ന്. ഓക്കെ, അത് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ഇൻട്രോസ്പെക്ഷൻ ഓർ വെൻ ഐ ടേക്ക് കെയർ ഓഫ് മൈ സൈക്കോളജി, ഓർ എന്താ പറയാ, ഈ ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു ഇൻട്രാപേഴ്സണൽ ഫൈറ്റ് ഉണ്ട്. അതായത് ഷുഡ് യു ഡു ദിസ് ദാറ്റ്. അപ്പൊ ആ ഇതൊക്കെ വന്നപ്പോ വെസ്റ്റേൺ സയൻസ്, മറ്റേ സൈക്കോളജിയിൽ പറയുന്ന പല കാര്യങ്ങളും ആർബിട്രറിയും, ഒരു എന്താ പറയാ, അറ്റ് എ പേഴ്സണൽ ലെവൽ ഐ ഫൈൻഡ് ഇറ്റ് ടു ബി അപ്സെറ്റ്. ഓക്കെ, പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, വെസ്റ്റേൺ സൈക്കോളജി ലിറ്ററേച്ചർ ഈവൻ മലയാളത്തിലോട്ട് പോലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആസിസ് ഇവിടെ ഈ ഉപയോഗിക്കുന്ന കണ്ടേക്കുന്നത്. പക്ഷെ അതിനെതിരെ റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അതായത് ലോകത്തിലെ 2%, അതായത് വൈറ്റ് റേസിലെ സൈക്കോളജി എടുത്തിട്ട് ഈ എന്താ പറയാ, എല്ലാ വേൾഡിലെ എല്ലാവർക്കും അപ്ലൈ ചെയ്തു. പിന്നെ സൈക്കോളജിക്ക് ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ റിലേറ്റീവ്സ് ഉള്ളത് കൊണ്ട് എന്താ പറയാ, ഈ അങ്ങനെ ഒരു യൂണിവേഴ്സൽ സൈക്കോളജി പോസിബിൾ ആണോ, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ വരുമായിരുന്നെങ്കിലും ഒരു എന്താ പറയാ, പൊതുവെയുള്ളൊരു വിശ്വാസമുണ്ട്, ഒരു സമൂഹത്തിന്റെ മനസാക്ഷിയുണ്ട്. അതിനെതിരെ ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ റോബർട്ട് ഷെൽഡ്രേക്ക് എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് ഞാൻ ആ പുസ്തകം എടുക്കുക എന്റെ ഷെൽഫിൽ നിന്ന്, ദ ഗോഡ് ഡെലൂഷൻ എന്നുള്ള ബുക്ക്, ദൈവ വിഭ്രാന്തി, അത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. റോബർട്ട് ഷെൽഡ്രേക്കിന്റെ മറ്റേ എന്താ പറയാ, നമ്മുടെ ഈ ദ സയൻസ് ഡെലൂഷൻ എന്നുള്ള ബുക്ക്, ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതായത് 10 വെക്ടേഴ്സിൽ എന്തുകൊണ്ട് there are problem with modern scientific outlook, or why it is preventing science from investigating certain phenomena. എന്തുകൊണ്ടാണ് സയൻസിന് ഗ്യാപ്പ് ഉള്ളത്, നമ്മൾ കാണുന്ന അത്രയും ഒരു ഡിറ്റർമിനിസം അല്ലെങ്കിൽ സുനിശ്ചിതത്വം വിഷയങ്ങളിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ശക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ക്ലബ് ഹൗസ് ഒക്കെ വരികയും അവിടെ കോൺഷ്യസ്നസ് സ്റ്റഡീസിനെ കുറിച്ച് എൻകൗണ്ടർ ഉണ്ടാവുകയും പാൻ സൈക്കിസം എന്നുള്ളൊരു ശക്തമായ വാദം ഈ കോൺഷ്യസ്നസ് സ്റ്റഡീസിന്റെ കേസിൽ ഇപ്പോൾ റിയാലിറ്റിയുടെ ഫാബ്രിക് കോസ്മിക് പാൻ സൈക്കിസം അല്ലെങ്കിൽ പാൻ സൈക്കിസം ആണെന്നുള്ളത് ഒരു ശക്തമായ, അതായത് വിവിധ കോണുകളിൽ നിന്ന്, അതായത് പല സബ്ജക്റ്റിൽ നിന്ന് ആൾക്കാര് അതിനെ ചുറ്റിപ്പറ്റി തെസിസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാദങ്ങളെല്ലാം ശക്തമാണ് താനും. അറ്റ്ലീസ്റ്റ് മെറ്റീരിയലിസത്തിന് അല്ലെങ്കിൽ ഫിസിക്കലിസത്തിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെയേറെ എന്താ പറയാ, ഈ മെറ്റീരിയൽസിന് കുറെ പാരഡോക്സ് ആൾക്കാർ ഒരു അറ്റ്ലീസ്റ്റ് ഡയലക്ടിക്കൽ ലെവലില് എക്സെപ്ഷൻസ് കണ്ടുപിടിക്കുക ഉണ്ടായി. അപ്പോ ഒരു മെറ്റീരിയലിസം ഓർ ഫിസിക്കലിസം ഡസൻ എക്സ്പ്ലെയിൻ എന്താ പറയാ ദ റിയാലിറ്റി എന്നുള്ള ഒരു പൊതുവേ തോട്ട് ഈവൻ ഹാർഡ് മെറ്റീരിയലിസ്റ്റുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ അവര് ദേ റിസോർട്ട് ടു കാർട്ടീഷ്യൻ ഡ്യുവലിസം, അതായത് മൈൻഡ് മാറ്ററും കൂടി അല്ലെങ്കിൽ ഒരു ക്വാളിയ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും മാറ്ററും കൂടി ചേർന്ന് വരുമ്പോൾ എമർജൻസ് ആണ് കോൺഷ്യസ്നെസ് എന്ന് വിശ്വസിക്കുന്നവരാണ് അതൊരു. ഇനി ഡാനിയൽ ഡെന്നറ്റ് ഈ പുസ്തകത്തിൽ ഇപ്പൊ ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ എഴുതിയ, അല്ലെങ്കിൽ എന്താ പറയുക, കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻ, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള പുള്ളിയുടെ ഒക്കെ സ്കൂൾ ഓഫ് തോട്ട് ഇലൂഷനിസം ആണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഷ്യസ്നസ് ഒരു പ്രതീതിയാണെന്നാണ് അവര് വാദിക്കുന്നത്. അതിനെ ഇലൂഷനിസം. അപ്പൊ ഈ ഇലൂഷനിസം അല്ലേ മായ എന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. ഇത് ഒരു സയന്റിഫിക് ബേസിസിലാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് അവർ അതിനുവേണ്ടി
അതായത് ഒരു പാഴ്സിമോണിയസ് ആയിട്ടാണ് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലൂഷനിസം, കാർട്ടീഷ്യൻ ഡ്യുവലിസം, പിന്നെ ഫിസിക്കലിസം, പിന്നെ പാൻസൈക്കിസം. ഇത് ഈ 4 ഇവര് തമ്മിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലെസ് യു ലോകത്തിന്റെ വിശ്വാസം ഒരു ബോട്ടം ഓഫ് റിഡക്ഷനിസ്റ്റിക് പ്രോസസ്സിലാണ്. സയന്റിഫിക് ഫ്രട്ടേണിറ്റി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളും ഗവൺമെന്റുകളും ഈവൻ സൊസൈറ്റീസ് പോലും ആ ഡോഗ്മ, അതായത് എന്താ പറയാ, തീർച്ചയായിട്ടും ഡോഗ്മ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ കൺഫോമൻസ് ഉണ്ട്. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കോസ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കുറെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള സോക്കാൾ സയന്റിഫിക് തിയറീസിന്റെ മുകളിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തത്. അപ്പൊ അവിടെ സെൽഫിഷ് ജീനും, അതായത് ഈ സെൽഫിഷ് ജീൻ എന്നുള്ളതൊരു മെറ്റഫോറാണ്. അത് ഡാർവിൻസ് തന്നെ പറയുന്നുണ്ട്. 2 ജീൻസിന്റെ റെപ്ലിക്കേഷനുള്ള ത്വരയെ കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച്, ഇപ്പൊ സെൽഫിഷ് ജീനെ കുറിച്ചും ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയയെ കുറിച്ചും എൻ്റെ തോട്ട്സും എൻ്റെ നോട്ട്സും ഉണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ച് വേറെ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ തിങ്, ആ റിഡക്ഷനിസം പോയതിന്റെ കാലത്ത് എൻ്റെ വിശ്വാസം കോൺഷ്യസ്നെസ് ഈസ് എൻ എമർജിങ് ഫിനോമിന. മാറ്ററിൽ നിന്ന് ബ്രെയിൻ അല്ലെങ്കിൽ തലയോട്ടി അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അവിടെ നിന്ന് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും കൂടി കൂടുമ്പോൾ മൈൻഡ് ഉണ്ടാവും. മൈൻഡിൽ നിന്ന് കോൺഷ്യസ്നെസ്, മൈൻഡും ബ്രെയിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതാണ് കോൺഷ്യസ്നെസ് എമർജ് ചെയ്യണേ എന്നുള്ള ഒരു എന്താ പറയുക, ചോദ്യം ചെയ്യാനാവാത്തൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ലൈക്ക് എനി അതർ പേഴ്സൺ ഹൂ ഡസൻ സ്റ്റഡി സ്പിരിച്വാലിറ്റി ഓർ ഡസൻ എൻകൗണ്ടർ സ്പിരിച്വാലിറ്റി അറ്റ് എ ഡീപ്പർ ലെവൽ. പക്ഷെ വൺസ് ഈ മോഡേൺ സയൻസിന് മെറ്റാഫിസിക്സ് ഉണ്ടെന്നും അതിനൊരു ഈ റിലീജിയനെ, അതായത് ഈ സ്പിരിച്വാലിറ്റിയാണ് റിലീജിയന്റെ ഹേതു എന്നുള്ള കാരണത്താൽ കോൺഷ്യസ്നെസ് അങ്ങനത്തെ കുറെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗലീലിയുടെ കാലത്ത് തന്നെ മാറ്റി നിർത്താനാണ് സയൻസിനെ മാത്തമാറ്റിക്സിൽ ബേസ് ചെയ്തത്. അതായത് നമ്മൾ ഇൻഡക്റ്റീവ്ലി എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഇൻഡക്റ്റീവ്ലി നമ്മൾ ഇൻസൈറ്റ് ഉണ്ടാക്കും, ഡിഡക്റ്റീവ്ലി നമ്മൾ മാത്തമാറ്റിക്കലി ആക്സിയംസോ പ്രൂഫും വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു അബ്ഡക്ഷനിൽ തുടങ്ങി അത് ഇൻഡക്ഷൻ ആക്കി മാറ്റി, പിന്നെ അവിടെ നിന്ന് ഡിഡക്റ്റീവ്ലി പ്രൂവ് ചെയ്ത്, ഇതർ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി. ഇപ്പൊ നമുക്ക് ചില സ്ഥലത്തൊക്കെ പാർട്ടിക്കിൾ ഫിസിക്സിലൊന്നും നമുക്ക് ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അത് പ്രൂവ് ചെയ്ത് അങ്ങനെ പോവുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു കോൺഷ്യസ്നെസ്, സ്പിരിച്വാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സയൻസിന്റെ പരിധിക്ക് വരുന്നതല്ല, ഓർ അറ്റ്ലീസ്റ്റ് അതിന്റെ കറണ്ട് മെറ്റാഫിസിക്സിന് അത് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റോജർ പെൻറോസിന്റെ ബുക്ക് തന്നെ പണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ ഡീപ്പർ കോൺസിക്വൻസ് മനസ്സിലായില്ല. അതായത് പക്ഷെ അന്ന് കുറച്ച് ക്വാണ്ടം ഫിസിക്സും മറ്റേതൊക്കെ തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടി. എംബറസ് ന്യൂ മൈൻഡ്, ഷാഡോസ് ഓഫ് ദി മൈൻഡ് എന്നാണ്. പക്ഷെ ആ പുസ്തകമൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് അതിന്റെ എക്സെപ്റ്റ്സ്, എന്റെ ബുക്ക് 2 വണ്ടിയിലുണ്ടെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ പിക്ക് ചെയ്ത് റീഡ് ചെയ്ത് എന്റെ തീമിനെ കുറിച്ച് ഒരു ധാരണ ഇപ്പോഴും ഞാനത് പെൻറോസിന്റെ വാദം എന്താന്ന് പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഡേവിഡ് മറ്റേ ചാൽമേഴ്സ്, പിന്നെ മറ്റേ ഈ ബെർണാഡോ കോസ്ട്രപ്പ്, അങ്ങനെ അവരുടെ വ്യൂവിനെ കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് കോൺഷ്യസ്നെസ് ഫണ്ടമെന്റൽ ആണ്, ബിക്കോസ് ഓഫ് മൈ സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ് ആസ് വെൽ ആസ് ബിക്കോസ് ഓഫ് ദി compelling arguments which is raised by the pan psychism camp. അത് മാത്രമല്ല, ഇപ്പോ മെറ്റീരിയലിസത്തിന് അവർ പറയുന്നത്, അതായത് ഈ മെറ്റാഫിസിക്സിന് ഫ്ലോസ് ഉണ്ടെന്നുള്ളത് ആൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മെറ്റീരിയലിസ്റ്റുകൾ ചോദിക്കണം, അല്ലെങ്കിൽ ഫിസിക്കലിസ്റ്റുകൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഫിസിക്കലിസം തെറ്റാണെന്നുള്ളതല്ലല്ലോ, മറ്റേ ഈ സ്പിരിച്വലിസത്തിന് ശരിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവിടെയാണ് ഒരു വലിയ പ്രോബ്ലം ഉള്ളത്. അതായത് സയൻസ് കവറ്റ്സ്, അല്ലെങ്കിൽ സയൻസിന്റെ ഉദ്ദേശം തന്നെ ഒബ്ജക്റ്റീവ് നോളജ് ആണ്. അപ്പോ ഈ അതിസൂക്ഷ്മ തലത്തിൽ പോകുമ്പോൾ ഒബ്സർവറും ഒബ്സർവ്ഡും തമ്മിൽ
ഡിസ്റ്റിങ്ഷൻ ഇല്ല. വി ഷെയർ ദ സെയിം എൻവയോൺമെന്റ്. ഓക്കെ, അതിനെയാണ് ഈ ചില റിലീജിയൻസ് ഒക്കെ പ്രപഞ്ച മനസ്സ്, വ്യക്തി മനസ്സ് എന്ന് പറയും. വേദാന്തം അതിനെ ബ്രഹ്മം, ആത്മാവ് എന്നാണ്. ജീവാത്മാവ്, പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മൻ. അങ്ങനെയാണ് ആത്മൻ ബ്രഹ്മൻ എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പോ ഈ മെറ്റീരിയലിസ്റ്റുകളും ഒരു തരത്തിൽ പറഞ്ഞ മോണിസ്റ്റുകളാണ്. ഓക്കെ, അപ്പോ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹം ദ്രവ്യാസ്മി എന്ന് പറയാം. രവീന്ദ്രൻ ആരോ കളിയാക്കി പറഞ്ഞതാണ് അഹം ദ്രവ്യാസ്മി. ഓക്കെ, വേദാന്തം പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്നാണ്. ഓക്കെ, അപ്പോ ഈ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് സ്റ്റഡീസിൽ വേദാന്തം മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളായിട്ട് വളരെ അടുത്ത് കിടക്കുന്നതാണ് പാൻസൈക്കിസം. അപ്പൊ ഈ അതിനർത്ഥം വെസ്റ്റേൺ റിഡക്ഷനിസ്റ്റിക് മോഡൽ ഫ്ലോഡ് ആണെന്നല്ല. അതായത് നമുക്ക് പല തലങ്ങളിൽ നമുക്ക് ട്രൂത്ത് ഡിസൈഫർ ചെയ്യാം. ഒരു സെറ്റ് ഓഫ് ആക്സിയോംസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, സെൽഫിഷ് ജീൻ മെറ്റഫോർ, ഫണ്ടമെന്റൽ ലിമിറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ്, നമ്മുടെ മുന്നിൽ ഒരു എന്താ പറയാ ഒരു അൺഇനിഷ്യേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ചെയ്യാത്ത ഒരാൾക്ക് ആ മെറ്റാഫിസിക്സ് വെച്ചിട്ട് ജീവിക്കാന്ന് മാത്രമല്ല, അതിന് അവിടെ ഇവിടെയൊക്കെ കൺഫോമൻസ് ഉണ്ട്. അപ്പോ LLM മോഡൽസ് ഒക്കെ ഹെവിലി ബയാസ് ടുവേർഡ്സ് ഫിസിക്കലിസം ആണ്. അപ്പോ പാൻസൈക്കിസത്തെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പ്രതിപാദനമുണ്ട്. നമ്മൾ പക്ഷേ പാൻസൈക്കിസത്തിനെ കുറിച്ച് അത്യാവശ്യം ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു 2-pronged റിയാലിറ്റിയാണ് എൻ്റെ മുന്നിൽ വന്നേക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, വൺ നീഡ്സ് ടു സ്റ്റഡി റിഡക്ഷനിസം, യൂണിവേഴ്സൽ ഡാർവിനിസം, പിന്നെ അതിന്റെ ഡാനിയൽ ഡെന്നറ്റ് പറയുന്ന കോൺസിക്വൻസും, ജനറ്റിക് ലെവലിൽ നിന്നുള്ള റിച്ചർഡ് ഡോക്കിൻസിന്റെ ഇതും, പിന്നെ എന്താ പറയാ ഏത്തീസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നോർമേറ്റീവ് മെറ്റാഫിസിക്സും പഠിച്ചേ മതിയാവും. കാരണം ക്രയവിക്രയങ്ങൾ നടക്കുന്നത് അവിടെയാണ്. നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ആസ് ലോങ് ആസ് ഫിസിക്സിന്റെ ലോസ് നമ്മൾ ഒബേ ചെയ്യാണ്, കെമിസ്ട്രിയുടെയും നമ്മൾ ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സയന്റിഫിക് ആവണമെന്നൊന്നുമില്ല. കാരണം ദർ ക്യാൻ ബി അതർ നോളജ് സോഴ്സസ്. അപ്പോ പീപ്പിൾ ആർ വില്ലിംഗ് ടു ഡൈ ഫോർ ദെയർ ഐഡിയൽസ് ലൈക്ക് സോക്രട്ടീസ്. സം പീപ്പിൾ ആർ വില്ലിംഗ് ടു ഡൈ ഫോർ ദെയർ പൊളിറ്റിക്കൽ വ്യൂസ്. Some people are willing to die for even religion. Okay, അപ്പോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഈ ലോകത്തെ നമ്മൾ സമഗ്രമായിട്ട് കാണണ്ടേ, ഒരു ടോപ്പ് ഡൗൺ വ്യൂ ടുവേർഡ്സ് ദ വേൾഡ് അത്യാവശ്യമാണ്. അപ്പൊ പലപ്പോഴും ഈ സയൻസിലെ വിശ്വാസമുള്ള ആൾക്കാര് പല അബദ്ധങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും കാണാം. ഇപ്പൊ നമ്മുടെ രവീന്ദ്രൻ മാഷേനെ എടുക്കുക. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാന്തത്തിൽ നിന്നാണ് നമ്മൾ പ്രതിഭാസങ്ങളിലോട്ട് പോരുന്നത്, പ്രതിഭാസങ്ങളിൽ നിന്നാണ് നമ്മൾ സിദ്ധാന്തത്തിൽ പോകേണ്ടത്. അത് ഒരു സയന്റിസ്റ്റിന്, അതായത് സയന്റിസ്റ്റിന് ഒരു മാറ്റർ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ലൈഫില് അയാൾക്കൊരു മെറ്റാഫിസിക്സ് ഉണ്ടെങ്കിൽ എല്ലാം അനുഭവത്തിൽ നിന്നും ഡാറ്റ പോയിന്റ്സിൽ നിന്നും മാത്രം അയാൾ വിത്തൗട്ട് എനി നോർമേറ്റീവ് ലെൻസ് അയാൾ വേൾഡ് കാണുകയാണെങ്കിൽ അയാൾക്ക് മിക്കവാറും അയാളൊരു ഹിപ്പോക്രാറ്റ് ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ അയാള് ഫോർ എക്സാമ്പിൾ എന്താ പറയാ ആൾക്കാരെ വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ അയാൾ സ്വയം വഴിതെറ്റിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമുക്കെല്ലാം ഒരു മെറ്റാഫിസിക്കൽ വ്യൂ നമുക്ക് ഇവോൾവ് ചെയ്ത് വരുന്നൊരു മെറ്റാഫിസിക്സ് ഉണ്ട്. പക്ഷെ അതിനെ എക്സ്പ്ലിസിറ്റ്ലി പഠിച്ച് ലേൺഡ് ബിഹേവിയർ വേണ്ടത് ഒക്കെ എടുത്ത് നമ്മുടെ വേൾഡ് വ്യൂ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തില്ലെങ്കിൽ ജീവിതം ഭയങ്കര ഒരു എന്താ പറയാ നമുക്കിപ്പോ നേച്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. വേൾഡ് ഈസ് ഗെറ്റിംഗ് ക്രൗഡഡ്. ഇനിയിപ്പോ വേൾഡ് ക്രൗഡഡ്, ഇനിയിപ്പോ എന്താ പറയാ, പക്ഷെ സിറ്റീസ് ആർ ഗെറ്റിംഗ് ക്രൗഡഡ് ഫോർ ഷുവർ. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവുള്ള കാലത്ത് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒന്നിലോ ചുറ്റുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അവിടെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു മനോധർമ്മം അല്ലെങ്കിൽ ഒരു
ഒരു അബ്സ്ട്രാക്ട് വേൾഡ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് കാലത്ത് എണീക്കാനും ജീവിതം വളരെ ദുസ്സഹമായിട്ട് തോന്നും. അപ്പോ ഈ you need to study the bottom up the reductionistic view of the world because the science holds it, and at the same time at a human level leading a so-called scientific life ഒരു എന്താ പറയാ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് തിങ്. കാലത്ത് ഒരു എന്താ അനുഭവത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുമ്പോൾ വളരെ സങ്കുചിതമായിട്ടൊരു ജീവിതശൈലി വരെ വരാം. ആൾക്കാർ ശാസ്ത്രം പറയും, പക്ഷെ ശാസ്ത്രം അവർക്ക് ജസ്റ്റ് ഒരു വാചാടോപത്തിനുള്ള അല്ലെങ്കിൽ റെട്ടറിക്കിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് മാത്രമാണ്. അല്ലാണ്ട് അവര് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ബുക്ക് ഇറങ്ങിയിരുന്നു, അതായത് ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർലി. അപ്പോ ഒരു പുള്ളി അത് 2-3 പ്രാവശ്യം വായിച്ചെന്നാണ് പുള്ളി ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അതിൽ എന്ത് കാര്യം പുള്ളി പറയും, പക്ഷെ അതിലെ പല ആശയങ്ങളും പുള്ളിയുടെ ജീവിതത്തിൽ വരുമ്പോൾ പുള്ളി അത് അപ്ലൈ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ പലപ്പോഴും പല പുസ്തക വായനയില് അയാൾ ഡബല്ലി വായിച്ച മാതിരിയാണെന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ സർക്കിളിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതായത് പറയാന്ന് വെച്ചാല് നമ്മൾ എന്തായാലും പഠിക്കുകയാണെങ്കിൽ ഒരു ഒരു സം കൈൻഡ് ഓഫ് എ ട്രെയിറ്റ് അല്ലെങ്കിൽ ഒരു സംസ്കാരം നമ്മളിലൂടെ വരും. ആ സംസ്കാരം തുടരെ വരുമ്പോഴാണ് ഒരു വാസനയായിട്ട് മാറുന്നത്. ആ വാസന എന്താ പറയാ കൂടുതൽ കാലം റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എന്താ പറയാ ശരീരത്തിന്റെ ഭാഗമായിട്ട് അണിഞ്ഞു. അത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാസന വന്ന് അതിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ലഭിക്കും. നമ്മള് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പ്രാവീണ്യം ലഭിക്കുന്തോറും നമുക്കത് ഫോർ എക്സാമ്പിൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു ടൂളാണ് നമ്മളെങ്കിൽ നമുക്ക് മെക്കാനിക്കലി അത് ചെയ്യാൻ പറ്റും. അതായത് മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിലുണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് അവിടെ വരിക. അപ്പൊ അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് അത് മാറും. അപ്പൊ സംസ്കാരം, വാസന, പ്രാവീണ്യം, പിന്നെ എന്താ പറയാ ഈ പ്രാവീണ്യത്തിന്റെ ഇന്റർണലൈസേഷൻ, അത് വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ പഠനത്തിലൂടെ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ മിക്ക പഠനവും ഒരു വൃഥാവായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ വെസ്റ്റേൺ റിഡക്ഷനിസ്റ്റിക് മോഡൽ ആർ വെരി പവർഫുൾ. ഇറ്റ് ഹെൽപ്സ് യു ടു മൂവ് ദ വേൾഡ്. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഇപ്പൊ ലോകത്തിന് ഇപ്പൊ സയന്റിഫിക് പുരോഗതി ഉണ്ടായാലൊക്കെ വലിയൊരു റോൾ അതിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മൂല്യാധിഷ്ഠിതം അല്ലെങ്കിൽ ഒരു കാൽപ്പനികതയിൽ അല്ലെങ്കിൽ വെർച്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് മെറ്റാഫിസിക്സ് ഇല്ലാത്തൊരു ജീവിതം എന്താ പറയാ വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഈ ടോപ്പ് ഡൗൺ തിങ്കിങ് നമുക്കുണ്ടെങ്കിൽ തന്നെ അത് പലപ്പോഴും ആക്ഷനബിൾ ആവില്ല. അതായത് സ്റ്റഡീസിന്റെ ഉദ്ദേശം ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോ വരും ദിവസങ്ങളിൽ ഐ വിൽ ബി സ്പീക്കിംഗ് അബൌട്ട് എന്താ പറയാ ഈ യൂണിവേഴ്സൽ ഡാർവിനിസം, physicalism, and then how most people view the world, okay, because of the Western influence. But അത് എൻ്റെ വിശ്വാസ സംഹിതയല്ല. എൻ്റെ ഫ്രെയിമിലും ഇപ്പോൾ അതിനോടുള്ള പ്രതിപത്തി വളരെ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് എ വെരി യൂസ്ഫുൾ ടൂൾ ടു വ്യൂ ദ എക്സ്റ്റേണൽ വേൾഡ്. അല്ലെങ്കിൽ നമുക്കൊരു കോമൺ മിനിമം പ്രോട്ടോകോൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കൺസെൻസസ് ലൈഫ് നയിക്കാൻ ഈ വെസ്റ്റേൺ റിഡക്ഷനിസ്റ്റിക് ടൂൾസും റിഡക്ഷനിസവും അവരുടെ ബോട്ടം അപ്പ് narrative of the world coupled with top down explanations by creating elaborate metaphysics around it. അതായിട്ടുള്ള നല്ല പാണ്ഡിത്യം ഒരു ടൂൾ കിറ്റ് ആയിട്ടെങ്കിലും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ കൾച്ചറലി അലൈൻഡ് ലൈഫ് നയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കോർപ്പറേറ്റിന് എതിരാവാം. അപ്പോൾ ഈ വീഡിയോ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ മോസ്റ്റ് കേരളൈറ്റ്സ് ആർ ഇൻ എ യുണീക് സിറ്റുവേഷൻ, അറ്റ്ലീസ്റ്റ് ദ പീപ്പിൾ ഹു ആർ ഇൻ ദ IT. നമ്മുടെ ഡീപ്പ് കൾച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പലപ്പോഴും ഈ മറ്റേ വെസ്റ്റേൺ വയ്യാവലികളൊക്കെ എന്താ പറയാ എടുത്തു വെച്ച് അല്ലെങ്കിൽ ആ വിശ്വാസ സംഹിത വെച്ചിട്ട് ഈ ആർബിട്രറി ആയിട്ട് ചിന്തിക്കുന്നത് ഇവൻ എൻ്റെ മകനിൽ പോലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ വൈ ഷുഡ് സൊസൈറ്റി ചേഞ്ച് ഇറ്റ്സ് ഡീപ്പ് കൾച്ചർ? കാരണം ഇറ്റ് ഹാസ് ഹെൽപ് ദം. ഓക്കെ, പക്ഷേ
എന്ന സ്ഥാനത്ത് ഒരു ഔട്ട് ഇൻ ദ വേൾഡ് നമ്മൾ ഷെയർ ചെയ്യുന്ന മെറ്റാഫിസിക്സ് എല്ലാവരും ഷെയർ ചെയ്യുന്നില്ല. ഒരു ഡൊമിനന്റ് കൾച്ചർ എഫക്റ്റ് ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് മീഡിയ ഗ്ലോബലൈസേഷൻ ആൻഡ് ദോസ്. അപ്പൊ ഒരു ഇന്നത്തെ എക്കണോമിക് മോഡൽസ് ഒക്കെ തീരുമാനിക്കുന്നത് വെസ്റ്റ് ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ നീഡ്സ് ടു അലൈൻ വിത്ത് ദ വെസ്റ്റ് ഗെറ്റ് എ ഗുഡ് ലിവിങ്. അപ്പോ സായിപ്പിന്റെ മോഡൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്താ പറയാ കോർപ്പറേറ്റിൽ സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൾച്ചറലി അലൈൻഡ് ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കിത്ത് ആൻഡ് കിൽ അല്ലെങ്കിൽ അതർ പീപ്പിളായിട്ട് അലൈൻഡ് ആയാലേ നിങ്ങൾക്കൊരു നല്ല ആന്തരിക ജീവിതമുള്ളൂ, ഒരു വ്യക്തി ജീവിതമുള്ളൂ. അപ്പൊ സായിപ്പിനെ പ്രീതിപ്പെടുത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊലിഞ്ഞിറങ്ങി അതോട്ട് സ്ക്യൂഡായി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ സ്ക്യൂഡായി കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളോട് പൊതുവെ പുച്ഛം വരും. അവന് C++ അറിയില്ല, അവന് മാത്തമാറ്റിക്സ് അവന്റെ വീക്കാ. എപ്പോഴും ഒരു ഡിഫറൻഷിയേഷൻ സിൻഡ്രോം ഉണ്ട് വെസ്റ്റേൺ ഇതിൽ. അത് ഒരു ആങ്സൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോ നാട്ടുകാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ കോർപ്പറേറ്റിൽ സക്സീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൊതുവെ അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വർഗാധിപത്യം, കൊളോണിയലിസം, ദളിത് ന്യൂനപക്ഷം, അയ്യങ്കാളി, ഇങ്ങനെയുള്ള എന്താ പറയാ ഒരു കാലത്ത് റെലവെന്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് അത്ര റെലവെന്റ് അല്ല. അതായത് വെറുതെ കമ്മ്യൂണിസ്റ്റുകാർക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കും പിന്നെ കുറെ കോൺഗ്രസ്സുകാർക്കും ഗുണം ചെയ്യാന്നല്ലാതെ അതിന്റെ ഉള്ളില് അത് BJPക്കും ഗുണമാണ്. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഇതിനോടുള്ള എതിർപ്പ് BJPക്ക് വോട്ടായിട്ട് മാറുന്നു. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ലെവലില് എന്താ പറയാ ഒരു കെക്കഫോണി അത് കാരണമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, കോർപ്പറേറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരെടുത്തും നമ്മള് തുല്യനീതി എടുക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും കല്ലെറിയും. അപ്പൊ ഏക വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു പാത്ത്, അതായത് പല ടൂൾ കിറ്റുകൾ സംഭരിച്ചു വെക്കുക, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് പ്രൈവറ്റ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ഓടുക. ഇപ്പൊ രണ്ടുപേർക്കും കല്ലെറിയുമ്പോൾ നമ്മുടെ മേത്ത് കൊള്ളില്ല. അപ്പൊ ആ ഒരു ഇത് വരുമ്പോ ഒരു റിഡക്ഷനിസം, മറ്റേ മെറ്റീരിയലിസ്റ്റിക് ലോജിക്കൽ പോസിറ്റിവിസം, ഫിസിക്കലിസ്റ്റിസം, ഇനിയിപ്പോ ഡെക്കാർട്ടയുടെ വ്യൂ, ഇതൊക്കെ ഒരു എന്താ പറയാ പ്രാപഞ്ചിക സത്യമാണെന്നുള്ള രീതിയിലാണ് വേൾഡിന്റെ വ്യവഹാരം അല്ലെങ്കിൽ ബിസിനസ് ഓടുന്നത്. ഇന്ന സ്ഥാനത്ത് ഞാൻ ജീവിക്കുന്ന എൻ്റെ ബന്ധുമിത്രാദികളും ഇവരും ഒക്കെ ഈവൻ സോക്കാൾഡ് വെസ്റ്റേണൈസ്ഡ് തന്നെ എനിക്ക് തോന്നിയിട്ട് ഐ എം മോർ വെസ്റ്റേണൈസ്ഡ് ദാൻ നൗ. ബട്ട് ഈവൻ ദോ എന്താ പറയാ ഐ ഡോണ്ട് എനിക്ക് അവരുടെ ഇന്റലക്ച്വൽ മോഡൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്രൻ ഡൊമിനേഷനിലൂടെയാണ്. അപ്പൊ റിഡക്ഷനിസം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നോക്കിയാൽ കുത്തിത്തിരിപ്പ് മനോഭാവം ഉണ്ടാക്കാൻ നല്ലതാണ് റിഡക്ഷനിസം. കാരണം ഇപ്പൊ ഒരാള് സ്മാർട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് സ്മാർട്ട് അല്ലാന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പം. പക്ഷെ ഒരു ഹോളിസ്റ്റിക്കലി നോക്കുമ്പോ ഹീസ് ഗുഡ് ഇൻ മാത്ത് എന്ന് ഒരാളെ കുറിച്ച് പറയാന്ന് വെച്ചു. ഓക്കെ, അപ്പോ വെസ്റ്റേൺ ലെൻസ് പോലെ ഓക്കെ ഹാസ് ഹി ലേൺ ലീനിയർ ആൽജിബ്ര, ഹാസ് ഹി ലേൺഡ് കാൽക്കുലസ്, അങ്ങനെ ഒരു അപ്രോച്ചിലാണ് പോണേ. എന്ന സ്ഥലത്ത് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരാള് ശരിയായിരിക്കും. ചിലപ്പോ സമൂഹത്തിന്റെ ബേസ് റേറ്റിനേക്കാളും അയാൾ മാത്തമാറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പൊ ഒരു എന്താ പറയാ ഒരു ഡിഫറൻഷിയേഷൻ ലെൻസ് വെച്ചിട്ടല്ല വേൾഡ് കാണുന്നത്. അപ്പോ അതിപ്പോ ഇപ്പോഴത്തെ സെൽഫ് ഹെൽപ്പ് ബുക്ക് എടുക്കുമ്പോഴും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നൊരു ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഡെയിൽ കാർണി മരിച്ചിട്ട് 100 കൊല്ലമായി, അയാളുടെ സാധനം എടുത്തിട്ട് കുറെ റൂൾസ് അങ്ങോട്ട് മലയാളികളുടെ മേത്തേക്ക് കൊടുക്കും. എന്നിട്ട് അവർ ടെഡിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ എന്താ പറയാ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവരുടെ കുറെ പുസ്തകം ഇപ്പൊ എനിക്കെതിരെ ആരോപണം വന്നിട്ട് കുറെ പുസ്തകം വെച്ച് സംസാരിക്കുന്നതാണ്. പക്ഷെ ടേക്ക് മൈ വേർഡ്, എനിക്ക് വ്യക്തമായിട്ട് അനുഭവവും ഇനിയിപ്പോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഞാൻ കോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് വെരിഫൈ ചെയ്ത കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഞാൻ കളക്ട് ചെയ്തേക്കണേ. ഞാൻ അല്ലാതെ ഒരു ലേബല് ജീവിക്കാനല്ല നോക്കിയേക്കണേ. അതായത് നമ്മുടെ അനുഭവവും നമ്മുടെ പഠനവും നമ്മുടെ എന്താ പറയുക പാരമ്പര്യമായി കിട്ടിയ കാര്യങ്ങളും പിന്നെ അതിനെ സംബന്ധിച്ച പഠനങ്ങളും വ്യക്തമായ അറ്റ്ലീസ്റ്റ് എൻ്റെ കേസിലെങ്കിലും ശരിയാണെന്ന് തോന്നിയിട്ടുള്ള സബ്ജക്റ്റീവ് ലെവലിൽ ശരിയായിട്ട് തോന്നിയ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ എക്സ്പീരിയൻസ് കളക്ട് ചെയ്യാറ്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇതിനെ ടൂൾ കിറ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ എൻ്റെ വിശ്വാസ സംഹിത ഞാൻ മ്യൂട്ടേറ്റ് ചെയ്യാറുണ്ട്, ഓക്കെ, ടു ഇൻ ദ കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ ഐ കളക്ട് എന്താ പറയുക ടൂൾസ്. ഇപ്പൊ നോളജ് അബൌട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം, ഓക്കെ, അതിപ്പോ ഭയങ്കര ആവശ്യം. എന്താണ് കാഫിർ, എന്താണ് തക്കിയ,
ഇനി ഒരുത്തൻ തക്കി ഇറക്കി അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മെയിൻ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം ഒരു അതുണ്ട്. പിന്നെ ഇപ്പോ ഇപ്പോഴും പണ്ടാണെങ്കിൽ തീർച്ചയായും അതായത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണ്, അപ്പോ ഡയലക്ടിക്സ് എന്താണ്, പെറ്റി ബൂർഷ്യ എന്താണ്, ഇതൊക്കെ അറിഞ്ഞാലേ കേരളത്തിൽ മറ്റേ എന്താ പറയാ ഇപ്പൊ കേരളത്തിന്റെ ഒരു ഡൊമിനൻസ് ഐക്യനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ബൈബിൾ വചനങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ എബ്രഹാമിക് റിലീജിയൻസിന്റെ ഫോളോവേഴ്സും അതിന്റെ ഒപ്പോസ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരും കൂടി കഴിയുമ്പോൾ ഒരു മിക്സർ ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോൾ ഇവരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മെറ്റാഫിസിക്സിനെ കുറിച്ച് നല്ലൊരു നോളജ് വേണം. ഓക്കെ, അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ടൂൾ കിറ്റ് ആയിട്ട് കളക്ട് ചെയ്യും. നമ്മുടെ വൈയക്തികമായിട്ടുള്ള വിശ്വാസം നമ്മൾ എന്താ പറയാ വെച്ച് പുലർത്തി നീങ്ങുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ എന്താ പറയാ പുഷ്ടിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിഡക്ഷനിസം, ലോജിക്കൽ പോസിറ്റിവിസം, ഈ സയന്റിസം പോലും വെച്ച് പുലർത്തിയാൽ പോലും തെറ്റില്ല എന്ന് ഞാൻ പറയണേ. ശാസ്ത്രമാത്രവാദം, അങ്ങനത്തെ കുറെ പ്രതിഭാസങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ അതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തി നമുക്കൊരു സെറ്റ് ഓഫ് ടൂൾസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ വേൾഡ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോ ഈ വീഡിയോന്റെ തീം ഇത്രേ ഉള്ളൂ. അതായത് ഡാനിയലിന്റെ എന്റെ പഴയ പോയം, അതായത് ബയോളജി റെഡ്യൂസസ് ടു കെമിസ്ട്രി, കെമിസ്ട്രി റെഡ്യൂസസ് ടു ഫിസിക്സ്, ഫിസിക്സ് റെഡ്യൂസസ് ടു മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സ് റെഡ്യൂസസ് ടു ലോജിക്, ലോജിക് റെഡ്യൂസസ് ടു psychology, psychology reduces to consciousness, consciousness reduces to mind, mind reduces to brain, and brain reduces to matter ennulla, and mind is nothing but matter. Thus spoke Dennett ennulla poem. അതിന്റെ 2016 വരെയുള്ള ഒരു വിശ്വാസ സംഹിതയും വേൾഡ് വ്യൂ ആയിരുന്നു. അദ്വൈത വേദാന്തവും സ്പിരിച്വൽ അനുഭവങ്ങളും, സ്പിരിച്വാലിറ്റി, സബ്ജക്റ്റീവ് ട്രൂത്ത്, ഒബ്ജക്റ്റീവ് ട്രൂത്ത്, ഒരു ദർശനങ്ങളുടെ കണ്ണിലും ഒരു സമഗ്രമായിട്ടുള്ള ഒരു വേൾഡ് വ്യൂ, ബോട്ടം അപ്പ് റിഡക്ഷനിസ്റ്റിക് വേൾഡ് വ്യൂവിൽ നിന്ന് കുറച്ചും കൂടി എമർജൻസിന് പകരം ഒരു സ്കീം ഉണ്ടെന്നാണ്, സ്കീമിനനുസരിച്ചാണ് വേൾഡ് നീങ്ങുന്നത് എന്നുള്ള ഒരു വേൾഡ് വ്യൂ ലാസ്റ്റ് 10 കൊല്ലമായിട്ട് എനിക്ക് എന്താ പറയാ മനസമാധാനവും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ ഐ തോട്ട് I will share it. About have Western toolkits, Western dogmas, study it, but don't try to see that's useful for transactional world. അതായത് വ്യാവഹാരിക ലോകത്തിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ മറ്റേ സൈക്കിലോട്ട് അത് കയറ്റേണ്ട ആവശ്യമില്ല. അതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു ഹ്യൂമനിസ്റ്റിക് ഹോളിസ്റ്റിക് വ്യൂ ലൈഫിൽ വെച്ച് പുലർത്തി ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് വിൽ ബി ഏബിൾ ടു ഹാവ് എ ഗുഡ് ലൈഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.